8-ാം തീയതിയാണ് പട്ടി കടിക്കുന്നത്. ഏപ്രിൽ 8-ന് ഒരു ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു? 2-ാം ക്ലാസ്സിൽ. ഉച്ചയോടെ പട്ടി കടിക്കുന്നത്. അത് പട്ടി കടിച്ച് കൈമൊത്തം അവിടെ പണിക്കാരെ നിൽക്കുന്നു. ഈ പട്ടിയെ അടിച്ചിട്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു നിർവാഹമില്ല. കാരണം ഇവരെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ പട്ടി അവരെയും കടിക്കാൻ ചെല്ലുമായിരുന്നു. അവസാനം ഒരു വലിയ കമ്പെടുത്ത് അതിന്റെ മണ്ടയ്ക്ക് അടിച്ചിട്ടതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ പോകുന്നത്. കൈ കഴുകിയിട്ട് പിന്നെ അവിടെയും പോയി കൈ കഴുകിയിട്ടാണ് ഞാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇമ്മ്യൂണോഗ്ലോബിൻ ഇല്ല, റാബിസ് വാക്സിൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ താലൂക്കിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് താലൂക്കിലേക്ക് ചെന്ന് അപ്പോഴത്തേക്കും കുഞ്ഞ് ആകെ തളർന്ന ഒരവസ്ഥയായിരുന്നു. ഈ പല്ല് കൊണ്ട് കടിച്ചിട്ട് ഈ മുറിവ് മൊത്തം ഇത് മാംസം, അതായത് ഉള്ളിലുള്ള നമ്മുടെ ആ കൊഴുപ്പ് വരെ വെളിയിൽ വന്നെന്നുള്ളത് അതെല്ലാം പറിച്ച്, അതൊരു പിഞ്ച് കുഞ്ഞാണെന്ന് ഓർക്കണം. 19 കിലോയേ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞ്. ആ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ അതിന് ആ പട്ടിയുടെ വായിൽ മൊത്തം ഇരിക്കാനുള്ള കൈ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഒട്ടും താമസിച്ചില്ല, നേരെ അവിടെ താലൂക്കിൽ കൊണ്ടുചെന്ന് എടുത്തോണ്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു മോളെ പട്ടി കടിച്ചതാണ്. അപ്പോൾ ഉച്ച നേരം അവിടെ പേഷ്യൻസ് വലുതായിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യരുതായിട്ട് മതിയായിരുന്നു അവിടുത്തെ ബാക്കി ട്രീറ്റ്മെന്റ്. അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞ എന്താ, OP ടിക്കറ്റ് ഇല്ലാതെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. OP ടിക്കറ്റ് എടുത്ത് അവിടുന്ന് കൊണ്ടുവന്ന് ഡോക്ടറെ കയറി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞെന്തോ, പറഞ്ഞു ഡോക്ടറെ മുറിവിനകത്തൂടെ ബ്ലഡ് പോകുന്നു, ഞങ്ങൾക്ക് മുറിവിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോയി ടെസ്റ്റ് ഡോസ് എടുക്കുക, ഇവിടുത്തെ സർജനെ കാണിക്കാൻ പറഞ്ഞു. ഈ 1 മണിക്ക് ഗവൺമെന്റ് ആശുപത്രി ഇരിക്കുന്ന ഡോക്ടേഴ്സ് 1 മണിയാകുമ്പോൾ എവിടെ പോവാ സാറേ? ഞാൻ പറഞ്ഞു ഡോക്ടർ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് സർജനെ കാണിക്കാം. ഒക്കത്തില്ല ഡോക്ടർ, 1 മണിയാകുമ്പോൾ പോകുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ടെസ്റ്റ് ഡോസ് എടുപ്പിക്കാതെ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് പിന്നെ കുഞ്ഞുങ്ങളെ നോക്കി പരിചയമില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇഞ്ചക്ഷൻ റൂമിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അവിടെ പേഷ്യൻ്റ് ഉണ്ട്. എൻ്റെ കുഞ്ഞിനെ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞാൻ ഓടിപ്പോകുന്നില്ലല്ലോ. കുഞ്ഞിനെ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അവർക്ക് ഫയൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ, അതവർ ചെയ്തില്ല. അവിടുന്ന് നേഴ്സ് പറഞ്ഞു ഒരു ബുക്ക് വലുതെടുത്ത് തന്നിട്ടുണ്ട്, ഇത് മൊത്തം ഫില്ല് ചെയ്ത് തന്നെങ്കിൽ മാത്രമേ ടെസ്റ്റ് ഡോസ് എടുക്കത്തുള്ളൂ. അതും ടെസ്റ്റ് ഡോസ് എടുത്ത് 1:20 സാറ് പറയാൻ. 12 മണിക്ക് പട്ടി കടിച്ച് എൻ്റെ കുഞ്ഞിന് 1:20. 1:20 കൊണ്ടുപോയി ടെസ്റ്റ് ഡോസ് എടുത്ത് 1:40 വരാൻ പറഞ്ഞു. 1:40 അതുവരെ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഡോക്ടറിനോട് എന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഇതുപോലെ ടെസ്റ്റ് ഡോസ്, ശരി കുഴപ്പമില്ല, നിങ്ങളൊരു കഞ്ഞി കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടറല്ല വന്ന് ഇഞ്ചക്ഷൻ എടുത്തത്. ആ സ്ത്രീ വന്നിട്ട് ഒരു ഡോക്ടർ ആയാലും ഒരു നേഴ്സ് ആയാലും ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിരുത്തുമ്പം അവരല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ അവർ വന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും? എക്സാം ചെയ്യും, എവിടെയൊക്കെയാണ് മുറിവ് എന്ന് അവർ പരിശോധിച്ചതിന് ശേഷം